നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി മദ്യപിച്ചിട്ട് വന്നിട്ട് തന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എല്ലാവരോടും പറയാ. ആ സമയം ചന്ദ്രമതിക്ക് ഒരു പുച്ഛഭാവം. അവൻ വിഷമം പറയണു. ഇതൊക്കെ അവന്റെ ഒരു അഭ്യാസമാ. മദ്യവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ രവീന്ദ്രൻ അറിയാം അത് വെറുതെ പറയണല്ല, കാര്യമായിട്ടാണ്. സച്ചിയുടെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ സമയത്ത് സുധി പറഞ്ഞു, എടാ നീ മദ്യപിച്ച് കഴിയുമ്പോഴേക്കാണ് ഇങ്ങനെ നിനക്ക് പറയാൻ പറ്റുള്ളൂ. നീ ഒരക്ഷരം മിണ്ടരുത്. അച്ഛന്റെ 50 ലക്ഷം കൊണ്ട് നീ പോയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, അച്ഛനിപ്പോ ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരില്ലായിരുന്നു. മക്കളുടെ കയ്യിൽ നിന്ന് മാസാമാസം ഇത്ര തുക വെച്ച് പിടിക്കണം എന്ന് അച്ഛൻ പറയില്ലായിരുന്നു. നീയാടെ ഒക്കത്തിനും കാരണം. അച്ഛന്റെ PF കൊണ്ട് നീ മുങ്ങിയില്ലേടാ. എന്നിട്ടിപ്പൊ നീ വലുത് പറയണോ? മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്, കൊന്നുകളയും നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവനെ അടിക്കാൻ ചെല്ലുവാണ്. സച്ചിക്ക് അത്ര ദേഷ്യമായിരുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ, ആ പണം ഉണ്ടായിരുന്നെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രവീന്ദ്രന് ഒരു മുറി എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിലും ഇപ്പൊ ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ജോലിക്ക് പോണ സമയത്താണെങ്കിൽ ഒരു മുറി പണിയാന്ന് പറഞ്ഞാൽ അത് എന്തേലും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും വല്ലാത്ത അവസ്ഥയെ, പെൻഷനും പറ്റില്ലോ. രവീന്ദ്രന് ആ വിഷമമുണ്ട്. സച്ചി അത് മനസ്സിലാക്കി വിട്ടുകൊണ്ട് ആ സമയം സച്ചി പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എനിക്കറിയാം അച്ഛൻ എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിന്നത്. അച്ഛൻ വേദനിക്കണ്ട. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, എന്റെ രവിയേട്ടാ, ഇവൻ ഇങ്ങനെ പലതും പറയും. രവിയേട്ടൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഇവന്റെ കെട്ടുവിട്ട് കഴിയുമ്പോഴത്തേനും ഇവൻ ഇതൊന്നും ഓർക്കത്ത് പോലുമില്ല. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അത് ശരിയാ, എന്നും ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ അംഗം നടക്കണേ, ഇന്ന് മാത്രം എന്താ പ്രത്യേകത ഇരിക്കുന്നേ? ആ സമയത്ത് രേവതി ചോദിച്ചു, എന്താ ഇവിടെ ഒന്ന് സച്ചേട്ടൻ എന്നും അലമ്പുണ്ടാക്കുന്നുണ്ടോ? അലമ്പുണ്ടാക്കുന്നില്ലല്ലോ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? സച്ചേട്ടന്റെ വിഷമമല്ലോ പറയണേ. അതിപ്പിച്ചും മദ്യപിച്ചെന്നുള്ള ശരി തന്നെയാ, എന്നാലും ഉള്ളിലെ വിഷമം തന്നെ പറയണേ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ വേണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഇവന്റെ വിഷമം പറയുന്നത് പോലും നാളെ നേരം വെളുക്കുമ്പത്തിന് ഇവൻ ഇതൊക്കെ മറന്നു, പിന്നെയാണ് അവന്റെ വിഷമം പറയണേ. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട് അവിടെ. പിന്നീട് സച്ചിയോട് പറഞ്ഞു, എടാ നീ അകത്തേക്ക് കയറിച്ചല്ലേ, ചെന്ന് ആഹാരം കഴിക്കുക. എനിക്ക് വിശക്കുന്നില്ല അച്ഛാ, എനിക്ക് ഇപ്പം വിശന്നാ പോലും ആഹാരം എന്റെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങില്ല. കാരണം എന്റെ മനസ്സ് മുഴുവൻ അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാ. പിന്നീട് സച്ചി പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ വിഷമിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നേ. സാരമില്ല, ഞാനും രേവതി എവിടെ വേണേലും കിടന്നോളാം. ഞങ്ങള് ടെറസിലോ തറയിലോ എവിടെ വേണേലും കിടന്നോളാം. ഇത്രയും നാളെ അങ്ങനെയല്ലേ കിടന്ന്, ഇനി അങ്ങനെ തന്നെ കിടന്നോളാം. ആ സമയത്ത് സുധി പറഞ്ഞു, അതാ നല്ലത്, നീ അങ്ങനെ കിടന്നാ മതി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. നീ എന്താടാ പറഞ്ഞത്? എടാ നീ നിലത്ത് കിടന്നാ മതി, നീ ഒരു ഡ്രൈവർ അല്ലേ, അല്ലാതെ വലിയ ബിസിനസ്സുകാരനൊന്നും അല്ലല്ലോ, പിന്നെ നിനക്ക് നിലത്ത് കിടന്നാൽ എന്താ കുഴപ്പം? അത് കേട്ടതും സച്ചിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. സച്ചി എന്നിട്ട് ചോദിച്ചു, എന്താടാ ബിസിനസ്സുകാരന് മാത്രം ബെഡേ കിടക്കാൻ പാടുള്ളോ, മുറിയിൽ കിടക്കാൻ പാടുള്ളോ? അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടാ ഇത് ശരിയല്ല, ഓരോരുത്തരുടെയും ജോലിയെ താഴ്ത്തി കിട്ടി പറയേണ്ട കാര്യമില്ല. എപ്പോഴും സുധിയേട്ടൻ ഇങ്ങനെ നാവിടത്തെ ഇങ്ങനെ തന്നെ പറയണേ, ഇത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമായത്. സുധിയേട്ടൻ ചെയ്യുന്ന ബിസിനസ് മാത്രമാണോ നല്ല ജോലിയായിട്ട് കണക്കാക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ജോലിയല്ല ചെയ്യുന്നത്. നിങ്ങളെപ്പോലൊന്നും അല്ല ഞാന്. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അതേടാ ഞങ്ങളെപ്പോലൊന്നും അല്ല നീയേ അച്ഛന്റെ 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയവനാ. പിന്നെ എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ കിട്ടുമെങ്കിൽ അവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റും. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് സച്ചിയേട്ടൻ പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എടാ സച്ചി നിന്റെ അത്ര സ്വാർത്ഥനൊന്നും അല്ല ഞാന്. എന്താടാ നീ പറഞ്ഞേ, ഞാൻ സ്വാർത്ഥനാന്നോ? ഞാൻ സ്വാർത്ഥനായതുകൊണ്ടാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പാഞ്ഞു എന്നിട്ട് അവനിട്ട് അടിക്കുവാണ്. എടാ ഞാൻ സ്വാർത്ഥനായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇപ്പൊ തറയിൽ കിടക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ മുറിയിൽ കിടന്നേനം, AC റൂം വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചാനം. അല്ലെങ്കിലും എന്നെ കുഞ്ഞുനാളിൽ കൊണ്ട് എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛമ്മേനെ എന്നെ വളർത്തി വലുതാക്കിയത്. ശരിക്കും പറഞ്ഞാല് അന്ന് മുതൽ ഞാൻ ഒരു അനാഥനാന്ന് എനിക്ക് തോന്നേ. എനിക്ക് ഇവിടുന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്റെ അച്ഛനും എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. അന്നും ഇന്നും അമ്മയുടെ കണ്ണിലെ കരടാ ഞാന്. ഈ വീട്ടിൽ എനിക്കൊരു മുറി പോയിട്ട് സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഞാൻ സ്വാർത്ഥനാണ് പോലും. എന്തിനേലും ഞാൻ ഇതുവരെ സ്വാർത്ഥത കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടിഞ്ഞപ്പോ രേവതിക്കും ഭയങ്കര വിഷമമായി. രവീന്ദ്രൻ പറഞ്ഞു, മതി സച്ചി നീ നിർത്ത്. രവീന്ദ്രന് വിഷമായി തുടങ്ങി. രേവതി പറഞ്ഞു, മോളെ ഇവനെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്കുക. പിന്നീട് സച്ചി ചോദിച്ചു, അച്ഛൻ കഴിച്ചോ? ഞാൻ കഴിച്ചു, നീ പോയി കഴിച്ചോളാൻ പറയാണ്. പിന്നീട് സച്ചിയെ വിളിച്ചോണ്ട് രേവതി അകത്തേക്ക് അങ്ങോട്ട് പോയി. ആ സമയം രവീന്ദ്രന് ഭയങ്കര വിഷമമായിരുന്നു.
രവീന്ദ്രൻ മുറിയിലേക്ക് വന്നപ്പോ ചന്ദ്രമതി പറഞ്ഞു, നിങ്ങൾ എന്തിനാ രവിയേട്ടാ വിഷമിക്കണേ? അവൻ ചുമ്മാ ഓരോന്നൊക്കെ പൊലുമ്പേന്ന് ഓർത്തുണ്ട്. അവൻ പൊലുമ്പേതൊന്നും അല്ല, അവന്റെ മനസ്സിലുള്ള വിഷമം അവൻ പറഞ്ഞ്. പിന്നെ അവനാണോ വിഷമം? എന്നും കുടിച്ചിട്ട് വന്ന് ഓരോ കാരണം കാണും ഇങ്ങനെ ഓരോന്നൊക്കെ പറയാനായിട്ട്. രവിയേണ്ണ അതൊക്കെ വിശ്വസിക്കണം. പിന്നെ വിശ്വസിക്കാതെ? എനിക്ക് എന്റെ മോനെ അറിയാൻ നന്നായിട്ട്. അവന്റെ മനസ്സിലെ വിഷമവും വേദന എന്താണെന്നറിയാം. പക്ഷെ നീ അവനെ മനസ്സിലാക്കാതെ പോയത്. നിന്റെ മനസ്സിലാ അവനെ കുറിച്ചൊരു ചിന്തയില്ലാതെ പോയത്. നീ മറ്റു രണ്ടു മക്കളെ കാണുന്ന പോലെ അവനെ കാണുന്നില്ല. അതാ നിന്റെ പ്രശ്നം. പക്ഷെ എല്ലാരെക്കാളും സ്നേഹം കൂടുതൽ അവനാണ്. നിന്നെ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അവനാണ്. നീ അത് ഇതുമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല ചന്ദ്രേ. മനസ്സിലാവുന്ന ഒരു ദിവസം വരും. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അവനെക്കുറിച്ച് മിണ്ടായിരിക്കുന്ന ഭേദം. ഇന്ന് വരെ കുടുംബത്തിലൊരു നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ അവൻ കാരണം? പിന്നെ നിന്റെ ബാക്കി രണ്ട് മക്കൾ കാരണം നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കിടന്നുറങ്ങാൻ നോക്ക് ചന്ദ്ര എന്നും പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെട്ടു. പിന്നീട് സച്ചിക്ക് ആഹാരം വിളമ്പി വെക്കുവാണ് രേവതി. സച്ചി കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ കഴിക്ക്. വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അല്ല നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നീട് സച്ചി ഇവിടെ നിന്ന് കഴിക്കുക. സച്ചി പറഞ്ഞു, രേവതി നിനക്ക് സങ്കടമായോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല ഞാൻ ഇങ്ങനെയൊക്കെ മദ്യപിച്ചിട്ട് വന്ന് പറഞ്ഞതും പറഞ്ഞുകൊണ്ട് എനിക്കറിയാലോ സച്ചേട്ടന്റെ മനസ്സെന്താന്ന്. സച്ചേട്ടന്റെ മനസ്സിലെ വിഷമമല്ലേ സച്ചേട്ടൻ പറഞ്ഞേ? അത് രേവതി, എന്റെ മനസ്സ് നല്ല വിഷമമുണ്ട്. പാവം എന്റെ അച്ഛൻ. ഇന്ന് വർഷയുടെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? അച്ഛൻ അവരുടെയൊക്കെ മുന്നിൽ തല കുനിച്ച് നിൽക്കുമല്ലായിരുന്നോ? അച്ഛൻ ആരുടെ മുന്നിൽ തല കുനിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അച്ഛനാണ് ഈ കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യവും. ശരിക്കും പറഞ്ഞാൽ അച്ഛനുള്ളവിടെ ഒരു ശ്രീകോവിലാണ്. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അച്ഛനുണ്ടായിട്ട് മാത്രം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പണ്ടേ വീട് വിട്ടിറങ്ങിയാനോ. അല്ല കോവിലില് ഭഗവാനില്ലേ, പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോവാണേ രേവതി, നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, നമ്മൾ എവിടേക്ക് പോകാനാ സച്ചേട്ടാ? നമ്മൾ ഇവിടെ തന്നെ നിൽക്കല്ലേ, അത് മതി. ഇനിയിപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ട വന്നാൽ അച്ഛനെ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവരുത്. കാരണം അച്ഛൻ്റെ അത്ര നല്ല മനസ്സാ. അന്ന് ഇന്നും അച്ഛനെ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. രേവതി പറഞ്ഞു, അങ്ങനെയാണോ? അപ്പം ഞാൻ സ്നേഹിക്കുന്നു. അതിപ്പോഴല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എല്ലാം തന്നെ എനിക്ക് എൻ്റെ അച്ഛനാ. എനിക്ക് എൻ്റെ അച്ഛനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാ. രേവതി പറഞ്ഞു, ഇനി കരയാതിരിക്കുക, ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി കഴിക്കുക. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എങ്ങോട്ടേക്ക് എനിക്ക് വരുവാണ്. നോക്കിയപ്പോൾ പൂജാമുറിയിൽ നിന്ന് ഭയങ്കരമായിട്ട് മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇവളെന്താ ഇത്ര ഒച്ചപ്പാടിന് പൂജാമുറി കയറി മണിയടിക്കുന്നേ? രേവതിയുടെ കാര്യം പറഞ്ഞ അപ്പോഴേക്ക് സുതി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അമ്മേ എന്താ ഇത്? മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവളെ കൊണ്ട് ഞാൻ തോറ്റു. എടി രേവതി, നീ എന്ത് കാണിക്കും അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് രേവതി ചോദിച്ചു, എന്താമ്മേ? അപ്പൊ നീ അല്ലേ പൂജാമുറിയില്? അമ്മ ഞാൻ പൂജാമുറിയിലല്ല. അപ്പൊ പൂജാമുറിയിൽ ആരെ? ശ്രുതിയാണോ? മോളെ ശ്രുതി എന്നും പറഞ്ഞ് ചെന്നപ്പോ ശ്രുതി അപ്പുറം നിന്ന് ഇങ്ങോട്ട് വന്നു. എന്താമ്മേ? അപ്പൊ നീയല്ലേ? പിന്നെ ആരാ? അപ്പോഴേക്ക് ശ്രീകാന്തും വർഷ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് സച്ചി പൂജാമുറിന്ന് ഇറങ്ങി വരുവാണ്. കയ്യിൽ കർപ്പൂരം കത്തിച്ചതെല്ലാം ഉണ്ട് തടത്തിനകത്ത്. നീ പൂജാമുറിയിലോ? നെറ്റിയെ കുറെ ഭസ്മവും ചന്ദനവും ഒക്കെ ഉണ്ട്. ഇതെന്തൊരു അത്ഭുതം എന്നുള്ള ഇത് എല്ലാരും കൂടെ നോക്കുവാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ഇതെന്ത് പറ്റി? മാനസാന്തരം ഉണ്ടായല്ലോ എന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, ഇന്നലെ മദ്യപിച്ചിട്ടല്ലേ വന്നേ. മദ്യപിച്ചിട്ട് വന്നിട്ട് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അതെ ഞാനൊരു കള്ളത്തരം ചെയ്തിട്ടില്ല. അതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തു കൂട്ടിയിട്ടില്ല. അത് ചെയ്തു കൂട്ടിയവരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പൂജാമുറി ഇറങ്ങാൻ സമയം കാണത്തില്ല. ആ സമയം രേവതി ചോദിച്ചു, ഇതെന്താ സച്ചേട്ടാന്ന് ചോദിക്കുക. അതെ രാവിലെ എനിക്ക് പൂജാമുറി കയറണം തോന്നി, അതുകൊണ്ടാ. ശ്രീകാന്ത് പറഞ്ഞു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനോ അല്ലെ പൂജാമുറി കയറിയൊന്ന് തൊഴാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ചെയ്യുന്നതല്ലോ. പിന്നെ സച്ചേട്ടൻ ഇത് എന്ത് പറ്റി? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രന്റെ നേരെ നോക്കി. എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അതെ ഞാൻ ഇന്നലെ കുറച്ച് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ, ഇനി അത്രയ്ക്കൊന്നും മദ്യപിക്കില്ല. ഞാൻ കുറച്ചേ മദ്യപിക്കുള്ളൂ. എടാ നീ കുറച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഇല്ല അച്ഛാ, അത്രയും ഓവറായിട്ട് മദ്യപിച്ച് അച്ഛന്റെ മനസ്സിലെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. അതുകൊണ്ടാ, എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, കഴിഞ്ഞ കാര്യമല്ലാടെ സച്ചി, പോട്ടെ. ഈ സമയം സച്ചി പറഞ്ഞു, അച്ഛന്റെ മനസ്സിലെ വിഷമം എന്താണെന്നറിയാം, മുറിയല്ലേ. ഇനി അതിന്റെ പേരിലൊരു പ്രശ്നം ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് കേട്ടതും സുധി ചോദിച്ചു, നീ എന്താടാ ഈ വീട് വിട്ടു പോകാൻ പോകണോ? ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഇത് മാത്രം പറയാനുള്ള സുധി, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛാ ഇനിയിപ്പം ഞാൻ രേവതി മുറി പ്രശ്നമായിട്ട് വരത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഞങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് മുറി പണിതിട്ടേ കിടക്കുന്നുള്ളൂ. അച്ഛൻ ഇനിയിപ്പം മുറി പണിയാൻ മെനക്കെടണ്ട. ഞങ്ങൾ ടെറസിന്റെ മുകളിൽ മുറി പണിതോളാം, ഞാൻ രേവതിയും കൂടെ.
മുറി പണിയാനോ? അതെ അച്ഛ, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ പണിതോളാം, എനിക്കറിയാം പണിയാനായിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി കളിയാക്കി. നല്ല കഥയായി. എടാ, നീ മുറി പണിയാനായിട്ട് അങ്ങനെയാണെങ്കിൽ മിക്കവാറും നടന്നത് തന്നെ, ആ മുറിക്കകത്ത് നീ കടന്നത് തന്നെ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അഹന്താമേ, സച്ചേട്ടൻ മുറി പണിതാ പണിയാൻ പറ്റില്ലേ? സച്ചേട്ടൻ ഒരു മുറി പണിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. അത് കേട്ടതും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറഞ്ഞു, പണിത് തന്നെയാന്ന് പറയണം. ആ സമയത്ത് സച്ചു പറഞ്ഞു, അച്ഛാ, ഇനിയിപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ മുറി പണിതിട്ട് ഞങ്ങൾ ആ മുറിക്കകത്ത് കിടന്നോളാം. അച്ഛൻ ആ മുറിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പം അച്ഛൻ അത് എങ്ങനെ പണിയുന്നൊക്കെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അച്ഛന് മാസാമാസം കൊടുക്കാന്ന് പറഞ്ഞ പൈസ കൊടുക്കണ്ടല്ലോ. ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ എങ്ങനെയാ? ഇവിടെ ചെലവിന് പൈസ കൊടുക്കണ്ടേ? ഓ, അത് ചെലവിന് കുറച്ച് പൈസ കൊടുത്താ പോരെ, അല്ലാതെ പൈസ കൊടുക്കണ്ടല്ലോ. ശ്രീകാന്ത് പറഞ്ഞു, എന്റെ സുധിയേട്ടന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അതെ, ഇനിയിപ്പം മുറി പണിതിട്ടാ ഇവര് കിടക്കുമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇനിയിപ്പം ടെറസിലോ ഇവിടെ ഹാളിലോ കിടക്കാനല്ലേ പറ്റുള്ളൂ. ഏത് കാലത്ത് മുറി പണിയാനായിട്ടാ? അപ്പോഴേക്കും രേവതി പറഞ്ഞു, മുറി പണിയെന്ന് പറഞ്ഞ് ഞങ്ങള് പണിയും ശ്രുതി. അത് മാത്രല്ല, സച്ചേണ്ണല്ലേ വാക്ക് പറഞ്ഞിരിക്കുന്നേ. നിനക്ക് എന്തേലും സംശയമുണ്ടോ? വേണമെങ്കിൽ ഞാൻ ഇപ്പൊ സത്യം ചെയ്ത് പറയാം. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, വേണ്ട രേവതി, വേണ്ട, ശബ്ദമൊന്നും ചെയ്യണ്ട, സത്യവും ചെയ്യണ്ട. ഇതിനു മുമ്പ് ഒരു സത്യ ശബ്ദമൊക്കെ രേവതി ചെയ്തിട്ടുണ്ട്. സച്ചേട്ടനും മേടിക്കുന്ന ആഭരണം അല്ല താൻ ഇനി അണിയില്ലാന്ന്. അങ്ങനെയാണ് സച്ചി താലിമാലയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തത്. ഇനി ഇവൾ എന്തേലും ശബ്ദം ചെയ്യുവാണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ മുറി കെട്ടാന്ന് അങ്ങനെ പറഞ്ഞ താൻ കിടന്ന് വട്ടക്കൊട്ടെ കിടന്ന് വെള്ളം കോരേണ്ട വരും. ഒന്നും രണ്ടുമല്ല, 6 ലക്ഷം രൂപ വേണം. അതൊക്കെ ഓർത്തപ്പോ സച്ചിക്ക് ടെൻഷനായി. ആ സമയത്ത് രേവതി പറഞ്ഞു, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഞാനും സച്ചേട്ടനും കൂടെ നല്ല അധ്വാനിച്ച് തന്നെ ഞങ്ങൾ ആ പണം ഉണ്ടാക്കും. ഞങ്ങൾ മുറി പണിയുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളിക്കുവാണ് ശ്രുതിയെയും ചന്ദ്രമതിയൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായിരുന്നു എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു.